കരിയറിൽ എക്സൽ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയ സമയത്ത് ഞാനൊരു ദിവസം ഒരു സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോകുന്ന ആ സമയത്ത് ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ആ സിനിമയിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകളെ കണ്ടു. മീര ജാസ്മിനും ജയറാമൊക്കെ ഒരു സിനിമയായിരുന്നു. അപ്പോ ആ സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നി എനിക്കും ഇതേപോലെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായി. അങ്ങനെ ഒരു വളരെ ചുരുക്കി പറയാം, ഞാൻ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ലാരിറ്റി മെന്റർ എന്ന രീതിയിൽ നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലൊക്കെ ഇതേപോലെ സ്റ്റോറികൾ പറയാനുണ്ടാവും. ആ സ്റ്റോറി പറയാനുള്ള അവസരമുണ്ട്. ആ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള ഇതേ കൺസെപ്റ്റുമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നൈയിലേക്ക് പോവാണ്. ആ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കിവിടെ ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അന്ന് എനിക്ക് എന്തറിയില്ല, എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ചെന്നൈയിൽ പോയി അവിടുന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുന്ന് ഇതേപോലെ ജോലി കിട്ടി. എൻ്റെ സെക്കൻഡ് ലൈഫിലായിരുന്നു ആദ്യമായിട്ട് ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിലാണ്. ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ടുള്ള എനിക്ക് ശീലമൊന്നുമില്ല. പക്ഷെ അവിടെയും ഞാൻ ഇതേപോലെ വിശ്വസിച്ചു. കമ്പനിയിൽ ചെന്നു, ഇന്റർവ്യൂ ചെയ്തു. ഏകദേശം ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. 1.5 വർഷം വർക്ക് ചെയ്തപ്പം അവിടെയും ഇതേ സംഭവം തന്നെ സംഭവിച്ചു. അപ്പൊ ഞാനൊരു ദിവസം തീരുമാനിക്കുകയാണ്, നോട്ടീസ് പീരീഡ് ഇടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നോട്ടീസ് പീരീഡിന് വേണ്ടി തീരുമാനിച്ച്, പക്ഷെ നോട്ടീസ് പീരീഡ് ഇടാതെ പെട്ടെന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു, ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ട്. അപ്പൊ എന്റെ അപ്പുറത്തിരിക്കുന്ന ആളെന്നോട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുകന്യ, അവൾ എന്നോട് ചോദിച്ചു, സൈഫ് നീ നാട്ടിൽ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും ഒരാളുടെ കീഴിൽ എന്ത് ചെയ്യില്ല, ഞാൻ വർക്ക് ചെയ്യില്ല. അതിന് പകരം ഞാൻ ഓണ്ടർപ്രണർ ആവും എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരു ഗോള് സെറ്റ് ചെയ്തു. അവിടുന്ന് തിരിച്ചു പോരാണ്. അപ്പൊ നമ്മൾ ലൈഫിൽ നമ്മളെ വിശ്വസിക്കണമെങ്കിൽ, നമ്മൾ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ള ഈ ഒരു ഫോമിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. എപ്പോൾ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാന്ന്. എന്താണ് ഈ സെൽഫ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് സെൽഫ് ബിലീഫ്സ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ് സെൽഫ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയനിൽ ബഷീർക്ക് എന്താണ് സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് നമ്മളിൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലെ? വളരെ കറക്റ്റ് ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ? ഇവിടെ സാറ് പറഞ്ഞ പോലെ സാറിന്റെ എക്സാമ്പിൾ തന്നെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. സാർ ഇങ്ങനെ 2 തരത്തിലും അല്ലെങ്കിൽ 2 സ്ഥലത്ത്, പഞ്ചായത്തിലായി, ചെന്നൈയിലായി, അവിടെയൊക്കെ നമ്മൾക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ശരി, താങ്ക് യു. അതിന്റെ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല, സ്റ്റോറിയിലൂടെ നമ്മൾ കടന്നു പോവാം. സെൽഫ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റ് ആണ്. സെൽഫ് ബിലീഫ്സും സെൽഫ് കോൺഫിഡൻസും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രസ്റ്റ് ഓർ ഫെയ്ത്ത് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ഇൻ ദെയർ ഓൺ എബിലിറ്റീസ്, ക്വാളിറ്റീസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് അയാളിൽ ഉണ്ടാവുന്ന, അയാളുടെ കഴിവുകൾ ഉണ്ടാവുന്ന വിശ്വാസവും അയാളുടെ ക്വാളിറ്റീസിൽ ഉണ്ടാവുന്ന വിശ്വാസം, അയാൾ തീരുമാനമെടുക്കുന്നതിനുള്ള വിശ്വാസമാണ്. ജഡ്ജ്മെന്റ് ചെയ്യാൻ, അതിനെ തീരുമാനിക്കാനുള്ള കഴിവിനെയാണ് എന്ത് ചെയ്യുക, സെൽഫ് ബിലീഫ്സ് എന്ന് പറയാം. ഓക്കെ, സെൽഫ് ബിലീഫ്സ് എന്ന് പറയാം. എന്താ വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാല്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാല് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കപ്പാസിറ്റിയാണ് സെൽഫ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ. റസാഖ് സാർ ചോദിക്കുകയാണ്, ഇന്ന് ബി മാജിക്കിന്റെ പ്രോഗ്രാം ഉണ്ട്, അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും? യെസ് ഐ ക്യാൻ, ദാറ്റ് സെൽഫ് ബിലീഫ്സ്. ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കുകയാണ്, മുഫീദിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആങ്കറിങ് ചെയ്യാൻ സാധിക്കും? യെസ് ഐ ക്യാൻ, ദാറ്റ് സെൽഫ് ബിലീഫ്സ്. കാരണം എന്താ, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്നെ ഏൽപ്പിച്ചോളൂ, ഞാനത് ചെയ്ത് കാണിക്കാം എന്ന് പറയാനുള്ള ആ ചങ്കൂറ്റത്തിനാണ് എന്ത് പറയുന്നത്, സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരാള് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്വാളിറ്റിയിൽ വിശ്വാസമുണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടാവുന്നതിന്, ആ കോൺഫിഡൻസിനെയാണ് സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സെൽഫ് ബിലീഫ്സ് ഉണ്ടായി കഴിഞ്ഞാൽ
എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന 3 ഗുണങ്ങൾ എന്ന് പറയും. 3 ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ ഗുണം, നിങ്ങൾ നല്ലൊരു പെർഫോമറായി മാറുന്നില്ല. പെർഫോമൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ഫസ്റ്റ് ആവുക എന്നതിന്റെ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബെസ്റ്റ് ആവുക. ബി ദ ബെസ്റ്റ്, ബി ദ ബെസ്റ്റ്, നോട്ട് ദ ഫസ്റ്റ്. ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ത്രില്ല് പോകും. ബെസ്റ്റ് ആവുന്ന ഒരാളെന്താണ്, ഓൾവേസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അയാൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അയാളുടെ ക്വാളിറ്റി. ആ ബെസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ സെൽഫ് ബിലീഫ്സ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ഹൗ വെൽ എ പേഴ്സൺ പെർഫോംസ് വേരിയസ് ടാസ്ക്. ഒരു ടാസ്കുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ബിലീഫ്സ്. നിങ്ങൾ ഒരാളൊരു ടാസ്ക് ഏൽപ്പിക്കുമ്പോൾ അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. ഏറ്റെടുക്കുക മാത്രമല്ല, സെൽഫ് ബിലീഫ്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വെൽ ബീയിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആങ്സൈറ്റി, സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലൈഫിൽ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ പറ്റും. സെൽഫ് ബിലീഫ്സ് ഇല്ലാത്തതാണ് പല ആളുകളുടെയും ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഏതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. എല്ലാം തകർന്നു കഴിഞ്ഞാലും അയാൾ പറയും, പോട്ടെ, ഞാനിത് തിരിച്ചെടുക്കുമെന്ന് പറയും. ഒരിക്കല് ഒരു പക്ഷെ നിങ്ങൾ കേട്ടൊരു സ്റ്റോറി ആയിരിക്കും. ഒരു ക്ഷയിച്ച മരച്ചില്ലയിൽ ഇങ്ങനെ ഒരു പക്ഷി വന്നിരിക്കുകയാണ്. ആ മരച്ചില്ല എപ്പോ വേണമെങ്കിലും പൊട്ടാം, അത്രയും ക്ഷയിച്ചിട്ടുണ്ട്. വേറൊരു പക്ഷി വന്നിട്ട് ഈ പക്ഷിയോട് പറയും, ശ്രദ്ധിക്കണേ, ആ മരച്ചില്ല പൊട്ടാനുള്ള ചാൻസ് ഇല്ലെന്ന് പറയും. പക്ഷി തിരിച്ചു പറയും, ഞാനിരിക്കുന്നത് മരച്ചില്ല ഇവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലല്ല, എൻ്റെ ചിറകുകൾ വിശ്വസിച്ചിട്ടാണ്. അഥവാ ഈ മരച്ചില്ല പൊട്ടിക്കഴിഞ്ഞാലും എൻ്റെ ചിറക് ഉയർത്തി എനിക്ക് പറന്നകലാൻ സാധിക്കും എന്നുള്ളതാണ് ആ പക്ഷിയുടെ സെൽഫ് ബിലീഫ്സ് എന്ന് പറഞ്ഞത്. എന്നതുപോലെ ലൈഫിൽ നിങ്ങൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തകർന്നേക്കാം. എല്ലാം തകർന്നു കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ, ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്, ഒരു ഷോർട്ട് വീഡിയോ. അയാളുടെ ഉള്ളിൽ അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാഞ്ഞാൽ അയാൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെയും ഒരുപാട് ആളുകളുടെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ സ്റ്റോറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ തകർന്നപ്പോഴും അവർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാഞ്ഞാല്, നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും എല്ലാം സീറോയിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഈ പെർഫോം ചെയ്യണമെങ്കിലും ലൈഫിൽ വെൽബീയിങ് ആണെങ്കിലും റെസിലിയൻസ് കീപ്പ് ചെയ്യണമെങ്കിലും എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് ബിലീഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സെൽഫ് ബിലീഫ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഫസ്റ്റത്തെ ഒരു ഗോളാണ് സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ. ആ റിയലിസ്റ്റിക് ഗോൾ ഇല്ലാത്ത പല ആളുകളുടെ ലൈഫിലും ഗോളേ ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും ലൈഫിൽ എൻ്റെ എല്ലാ ടോക്കിലും അധികവും കടന്നു വരുന്ന സംഭവമായിരിക്കും ഗോൾ സെറ്റിങ്സ് എന്ന് പറയുന്നത്. കാരണം അതില്ലാതെ നമുക്ക് എവിടേക്കാണ് പോവേണ്ടതെന്ന് അറിയാതെ നമ്മൾ എന്ത് സെറ്റ് ചെയ്യാൻ, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, നമ്മൾ എന്തിനാണ് ബി മാജിക്കിൽ വരുന്നത്, എന്തിനാണ് പുസ്തകം വായിക്കുന്നത്, എല്ലാം വേസ്റ്റ് ആവും അല്ലേ? എല്ലാം വേസ്റ്റാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാം ക്വാർട്ടർലി എക്സാമിനേഷൻസ് ഞാൻ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ്, 6ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും അറിയാം. നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്, ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ മെഷർ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളെ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുക. സോ യു മസ്റ്റ് ഹാവ് ഗോൾ. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യാനുള്ള കാര്യം, സെൽഫ് ബിലീഫ് ചെയ്യാനുള്ള കാര്യം. അവിടുന്ന് ഞാൻ പോരുന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് പോന്നു. പോരുന്ന സമയത്ത് എന്നെ യാത്രയാക്കാനൊക്കെ ഒന്ന് ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്, സീ വാട്ട് യു ഡു, നീ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഒരിക്കലും എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സീഫ് നിനക്ക് കമ്പ്യൂട്ടറൊക്കെ അറിയാം, എടാ ഞാനിങ്ങനെ ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്, നിനക്കൊന്ന് നടത്താൻ സാധിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിന്റെ ഷോപ്പാണ്? അതൊരു ഇന്റർനെറ്റ് കഫേയാണ്. അന്ന് ഇന്റർനെറ്റ് ഒക്കെ ആളുകൾ ഇപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൊബൈലിൽ ഉപയോഗിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് കിട്ടാത്ത അതിന് കഫേകൾ ഉണ്ടാവും. അവിടെ വന്നിട്ട് 10 രൂപ 20 രൂപയൊക്കെ മണിക്കൂറിന് കൊടുത്തിട്ട് സ്പെൻഡ് ചെയ്യണം. എന്നോട് ചോദിച്ചു അത് ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാനത് ഏറ്റെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവനൊരു മൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു, അവിടെ മൊബൈല് നന്നാക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറെ ആളുകൾ മൊബൈൽ നന്നാക്കുന്നത് ചോദിക്കും. അപ്പൊ എനിക്കൊരാഗ്രഹം ഈ മൊബൈൽ നന്നാക്കുന്നത് പഠിക്കണം. കാരണം ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചു. ആ പഠിച്ച പ്രകാരം എനിക്ക് ഇലക്ട്രോണിക്സിന്റെ ബേസിക് അറിയാം. അപ്പൊ ഞാൻ അവിടെ അടുത്തുള്ള മൊബൈൽ ഷോപ്പുകാരോടൊക്കെ ചോദിച്ചു, എനിക്ക്
പെട്ടെന്ന് മൊബൈൽ ഷോപ്പ് പഠിക്കുക, എവിടെയാണ് കോഴ്സ് ചെയ്യാൻ പറ്റുക? അപ്പൊ അവർ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 6 മാസമാണ് പഠിക്കേണ്ടത്, 5 മാസമാണ് പഠിക്കേണ്ടത്, 4 മാസമാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 1 മാസം കൊണ്ട് പഠിക്കണം. ഹാവ് എനി ഓപ്ഷൻസ്? അങ്ങനെ ഞാൻ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഹൈദരാബാദിൽ പോകണം, അവിടെ അമീർപേട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് 1 മന്ത് കൊണ്ട് ഈ മൊബൈൽ കോഴ്സ് പഠിക്കാൻ പറ്റുന്നു. ഞാൻ അവിടുന്ന് പോയി അമീർപേട്ടിൽ പോയി. അമീർപേട്ടിൽ നിന്ന് ഞാൻ 1 മാസം കൊണ്ട് കോഴ്സ് പഠിച്ചു. എങ്ങനെയാണ് 1 മാസം കൊണ്ട് കോഴ്സ് പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ദിവസത്തിൽ 2 മണിക്കൂറാണ് പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ അവര് ഒരു മാസത്തിൽ 20 ദിവസം പഠിപ്പിക്കുമ്പോൾ ആകെ 40 മണിക്കൂറാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം നേരെ മൊബൈൽ ഷോപ്പിൽ പ്രാക്ടീസുമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ അവിടുന്ന് ഈ 1 മാസം ഞാൻ പഠിച്ചതിന് ശേഷം ഞാനിവിടെ ഈ മൊബൈൽ ഫോൺ ടെക്നീഷ്യനും കൂടെ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഏറെക്കുറെ അവിടെ 1 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അതിന് വീണ്ടും എനിക്ക് തോന്നി ഇത് വേറെ ആളുടെ ഷോപ്പാണല്ലോ. അപ്പൊ അവൻ ഗൾഫിൽ പോയത് റെഡി ആയില്ല. അവൻ പറഞ്ഞു എന്താ ചെയ്യുക, ഞാൻ ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരും, എന്താ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം ഇനിയും കുറെ സമയം ഞങ്ങൾക്കത് റൺ ചെയ്യാം. ഞാൻ അവനോട് പറഞ്ഞു നീ പോര്, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു സ്ഥാപനം സെറ്റ് ചെയ്യാണ് എൻ്റെ ഒരു റിലേറ്റീവ്സിനെ കൂട്ടിയിട്ട്. അപ്പൊ അവനോട് ചോദിച്ചാൽ പറഞ്ഞു ആ സ്പേസ് അത്ര പോരാ, അവിടെ നിന്നും ആളുകൾ ഈ ഇന്റർനെറ്റ് കഫേ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തോ എന്നിലുണ്ടായിരിക്കുന്ന വിശ്വാസപ്രകാരം ഞാൻ അവിടെ വീണ്ടും ഇത് സെറ്റ് ചെയ്യുകയും എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വീണ്ടും ആ ഒരു സംഭവം സക്സസ് ആക്കാൻ പറ്റി. രണ്ടാമത്തെ ആ സംഭവം സക്സസ് ആക്കാൻ പറ്റി. ഓക്കെ, ഓ ഇതേപോലെ ഇവരെന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവിടെ എനിക്കത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. രണ്ടാമത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ സെൽഫ് ബിലീഫ്സ് കൂട്ടണമെങ്കിലുള്ള ഏറ്റവും നല്ല സെക്കൻഡ് മെത്തേഡാണ് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഒന്നാമത് ഞാൻ പറഞ്ഞു സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ, റിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ. സെക്കൻഡ് ഓപ്ഷൻ ആണ് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവെയർനെസ് ഓഫ് നെഗറ്റീവ് തോട്ട്സ്. നിങ്ങളുടെ ഓരോ നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾ അവെയർ ആവുക. ഞാൻ എന്നോട് സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയും അടിപൊളി എന്ന് പറയും. ഞാൻ പറയും അടിപൊളി എന്ന് പറയും, നീ സൂപ്പറായി എന്ന് പറയും. ചില ആളുകൾ പറയും നോ പ്രോബ്ലം എന്ന് പറയും. ഞാൻ പറയും നോ പ്രോബ്ലം എന്ന് പറയാം, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. ചില ആളുകൾ പറയും ഭയങ്കര സന്തോഷം ചെയ്യാതെ. ഞാൻ പറയും ഭയങ്കര സന്തോഷമല്ല, ഞാൻ നല്ല സന്തോഷമാണെന്ന് പറയാം. കാരണം എന്താ, നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകളെ കുറിച്ചിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യുക, പ്രാക്ടീസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. അതേപോലെ തന്നെ അഫർമേഷൻസ്, സെൽഫ് ബിലീഫ്സ് കൂട്ടാനുള്ള ഏറ്റവും നല്ല അഫർമേഷൻസ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് എടുക്കുക. ഐ ആം കേപ്പബിൾ ഡു എനിത്തിങ്, ഞാൻ എന്ത് ചെയ്യാനും കേപ്പബിൾ ആണ്. ഐ ആം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഹാൻഡിൽ ദിസ് എന്നതൊക്കെ പോലെയുള്ള പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളും സെൽഫ് അഫർമേഷൻസും ചെയ്യുക. ഞാൻ പണ്ട് കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ട്രെയിനിങ് എടുക്കുന്ന ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ വീണ്ടും എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് ട്വിസ്റ്റ് ഉണ്ടായി. ഈ സ്ഥാപനമൊക്കെ ഏകദേശം വിജയിച്ചു. എൻ്റെ മാരേജ് കഴിഞ്ഞു. മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലബാർ ഏരിയയിൽ ട്രെൻഡ് ഉണ്ട്, പെട്ടെന്ന് വീട് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ട്രെൻഡ്. ഓക്കെ, ഈ ഒരു ഡിസ്കഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മലബാർ ഏരിയയിൽ പിന്നെ നടക്കുന്ന സംഭവം പാസ്പോർട്ട് എടുക്കുക, നേരെ സ്ഥലം വിടുക എന്നുള്ളതാണ് നമ്മുടെ ട്രെൻഡ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ട്രെൻഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും മളിയൻ അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് സൗദിയിൽ പോകാനും വേണ്ടി തീരുമാനിച്ചു. സൗദിയിൽ പോകാനും വേണ്ടി തീരുമാനിച്ച സമയത്ത് ഇവിടുന്നൊക്കെ ഇറങ്ങി നിത്താക്കാത്ത് എന്ന് പറയുന്ന പുതിയൊരു നിയമം വന്നു. അവിടെ ഷോപ്പിന്റെ സ്ഥാപനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അളിയൻ പറഞ്ഞു അളിയ കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു വിഷയം നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. സത്യത്തിൽ ഞാൻ നല്ല ഡൗൺ ആയി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് ട്രിപ്പൊക്കെ പോയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടക്കും, ചുമ്മാ കിടക്കും, ഒരു ജോലിക്കും പോകില്ല. ഉമ്മ ചോദിച്ചു എന്താണ്. ഒരു ദിവസം എനിക്ക് തോന്നി ഇല്ല, ഇത് നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ദിവസം എൻ്റെ ബൈക്ക് എടുത്ത് ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുറ്റി നടന്നു. എനിക്ക് എന്ത് തുടങ്ങാൻ സാധിക്കും. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയില്ല. പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഫെമിലിയർ ആണ്.
ആ ബിൽഡിങ്ങിൽ എനിക്ക് ഇതേപോലെ ഒരു സ്ഥാപനം തുടങ്ങണം, ഈ അക്ഷയ സെന്റർ പോലെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ ചോദിച്ച സമയത്ത് അതിന്റെ ഓണർ എന്നോട് പറഞ്ഞു, എടാ അത് വേറെ ഒരാള് അഡ്വാൻസ് തന്നു പോയിട്ടുണ്ട്, അവർ നീ ഉദ്ദേശിച്ച അതേ സ്ഥാപനമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥാപനം അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പോയിട്ട് ചോദിച്ചു, ഈ സ്ഥാപനം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ അവിടെ ഫസ്റ്റ് തുടങ്ങിയ ആൾ പോയിട്ടുണ്ട്. ആ സ്ഥാപനം ഞാൻ അറിയുന്ന ഒരു സുഹൃത്തായിരുന്നു. അവനുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവനത് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് തുടങ്ങിയിട്ട്. അവൻ എന്നോട് പറഞ്ഞു, നല്ല ബിസിനസ് ഒക്കെ ചോദിച്ചപ്പോൾ എന്നോട് ബിസിനസ് ഒക്കെ നീ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ആ സ്ഥാപനം എടുത്തു. ആ സ്ഥാപനം എടുത്ത സമയത്ത് അവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഞാനിങ്ങനെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതിന്റെ വളരെ കുറഞ്ഞ ഒരു ബിസിനസ്സേ ഉള്ളൂ. വളരെ കുറഞ്ഞ ബിസിനസ്സേ ഉള്ളൂ. ഞാൻ ചെയ്തു, സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി എന്നുള്ള രീതിയിലേക്കായി. ഞാൻ അവിടെ പരാജയപ്പെട്ടു. കാരണം അവിടെ ആളുകൾ വരുന്നില്ല. ഏകദേശം 100 രൂപ 150 രൂപയുടെ ബിസിനസ്സാണ് ആകെ നടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ എന്താണ് ഇല്ലാത്തത്, ഇവിടെ എന്താണ്, അവിടെ റീചാർജ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. ഓൾറെഡി മൊബൈൽ ടെക്നീഷ്യൻ ആണ്, എനിക്ക് അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ചെറിയൊരു പാർട്ട് മാറ്റിയിട്ട് മൊബൈൽ ഷോപ്പാക്കി മാറ്റി. മൊബൈൽ ഷോപ്പാക്കി മാറ്റിയിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, വീണ്ടും അവിടേക്ക് ആളുകളെ വരുത്തി തുടങ്ങി. അത് വീണ്ടും വിജയിപ്പിക്കുകയാണ്. അവിടെ മൂന്നാമത് നമ്മൾ പഠിക്കുന്ന പാഠാണ് ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. മൂന്നാമത് നമ്മളെപ്പോഴും സെൽഫ് ബിലീഫ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. നിങ്ങളെപ്പോഴും ഫെയിലിയേഴ്സ് എന്ത് ചെയ്യാം, ലേൺ ചെയ്യാൻ പഠിക്കാം. ഫെയിലിയേഴ്സ് എന്ന് എപ്പോഴും ലേൺ ചെയ്യാൻ പഠിക്കാം. റീഫ്രെയിം ഫെയിലിയേഴ്സ്. ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ ഫെയിലിയറിനെ, ആ പ്രശ്നത്തിനെ, ആ പരാജയത്തിനെ പരാജയമായിട്ട് കാണാൻ ശ്രമിക്കുക. ആ പരാജയത്തിനെ പരാജയമായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ എന്ത് ചെയ്യരുത്, ലൈഫിനെ പരാജയമായിട്ട് കാണാൻ ശ്രമിക്കരുത്. അവിടെ ഞാൻ സെറ്റ് ചെയ്തപ്പോ ഇവിടെ ബിസിനസ് നടക്കുന്നില്ല, ദാറ്റ്സ് എ റിയാലിറ്റി. ഞാൻ അതിനെ അഡ്രസ് ചെയ്തു. എന്നിട്ട് ആ ഫെയിലിയർ ഞാൻ പഠിക്കുകയാണ്, എന്താണ് ചെയ്യാൻ പറ്റുക. ആദ്യം ഞാൻ അവിടെ മൊബൈൽ ഷോപ്പ് കൊണ്ടുവന്നു. ആ മൊബൈൽ ഷോപ്പ് കൊണ്ടുവന്നതിന് ശേഷം അതിനെന്ത് ചെയ്തു, സക്സസ് ആക്കി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 2 സക്സസ് ആയി. മൊബൈൽ ഷോപ്പ് സക്സസ് ആയി, ഇവിടെയും സക്സസ് ആയി. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, ഏതാണ് കൂടുതലായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യം. ഞാൻ മൊബൈൽ ഷോപ്പിനെക്കാളും കൂടുതൽ ആളുകൾക്ക് ഈ എന്താ പറയുക, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്നത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈ മൊബൈൽ ഷോപ്പിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു വേറെ സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ വീണ്ടും ഇത് എക്സൽ ചെയ്തു. ഈ സമയത്ത് ആണ് എനിക്ക് തോന്നുന്നത്, എനിക്കൊരു മോനൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ സംസാരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു, ഞാൻ ഇങ്ങനെയല്ല ആവേണ്ടത്. എൻ്റെ ക്യാരക്ടർ ബേസ് എനിക്ക് എന്തൊക്കെയോ ചേഞ്ച് ആവണം. ഇനിയും ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ കോഴ്സുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കൂടുതൽ കോഴ്സുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ആളോടൊക്കെ ചോദിച്ചു, ഫീഡ്ബാക്ക് എടുക്കാൻ തുടങ്ങി. എൻ്റെ ഇങ്ങനെ ഞാനൊരു കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. എൻ്റെ ടീം മെമ്പേഴ്സിനോട് ഫാമിലിയോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പത്രം നോക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്. കൗൺസിലിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ കാര്യം ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. നമുക്ക് സെൽഫ് ബിലീഫ്സ് ഉണ്ടാവാനും വേണ്ടി നമ്മൾ തകർന്നിരിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട്. നമ്മളപ്പോൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്കും സപ്പോർട്ടും ചോദിക്കാനും വേണ്ടി തയ്യാറാവുക. ഫീഡ്ബാക്കും സപ്പോർട്ടും ചോദിക്കാനും വേണ്ടി തയ്യാറാവുക. അടുത്ത ആളുകളോട് ചോദിക്കുക. ഫിനാൻസിന്റെ പ്രശ്നങ്ങളിൽ ബഷീർഖാനോട് ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ ആളുകളോട് എന്ത് ചെയ്യുക, ചോദിക്കുക. ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട് ചോദിക്കുക. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതൊന്നും പഠിക്കാൻ പോകണടാ, ഒന്നും ചെയ്യല്ല. നമ്മൾ അതിനെ പറ്റി കുറച്ച് ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സേഫ് നല്ലതായിരിക്കും നീ അത് പഠിക്കുകയാണെങ്കിൽ. എൻ്റെ ലൈഫില് വൺ ഓഫ് ദ ബെസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് ആ ഫീഡ്ബാക്ക് നൽകിയതനുസരിച്ചിട്ട് ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോയതാണ്. ഫസ്റ്റ് ഡേ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഫീസ് പോലും അടച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു ഇന്റർവ്യൂവിന് ഞാൻ ഫീസ് അടക്കാം, എനിക്ക് പറ്റുകയാണെങ്കിൽ ഇരിക്കാന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ എല്ലാ സൺഡേയും എല്ലാ സാറ്റർഡേയും ഞാൻ ഓഫീസ് ലീവാക്കി ഏകദേശം ഒരു 2.5 വർഷം പഠിച്ചു. അവിടുന്ന് ഞാൻ കുറെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫീഡ്ബാക്ക്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ചോദിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണവും ദോഷവും നിങ്ങളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എന്റെയൊക്കെ ലൈഫിൽ എന്നെ ഒരുപാട് സഹായിക്കുന്ന എൻ്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, മുസ്തുവിനൊക്കെ പോലെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവരാണ് എന്ത് ചെയ്യുക സേഫ്, നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ഫീഡ്ബാക്ക് തരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ നല്ല സപ്പോർട്ടിങ് നെറ്റ്വർക്ക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ബി മാജിക് കമ്മ്യൂണിറ്റി പോലെ ഇന്ന് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഈ ഒരു മീറ്റപ്പിന് വരിക എന്ന് പറയുമ്പോൾ എന്താ, സപ്പോർട്ടീവായിട്ടുള്ള നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്
ആർക്ക് ഇപ്പൊ സുലേഹാബി മാമിന് അവിടുന്ന് വന്നിട്ട് ഇവിടെ കുറെ ആളുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സപ്പോർട്ടീവ് നെറ്റ്വർക്കുകൾ. ഈ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സെൽഫ് ബിലീഫ്സ് കൂടും. അത്തരം ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങളുടെ സെൽഫ് ബിലീഫ്സ് കൂട്ടും. ആസ് എ പേരൻസ് നിങ്ങളുടെ മക്കൾക്ക് നല്ല സപ്പോർട്ടീവ് നെറ്റ്വർക്കും ഫീഡ്ബാക്സും കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയും ആവാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ ലൈഫിൽ അവർക്ക് വലിയ ചേഞ്ചസ് ആയിരിക്കും. ഞാൻ ഇപ്പോ റിച്ചാർഡ് ബ്രാൻസന്റെ ലൈഫ് സ്റ്റോറി വായിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറിയൊരു ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ട് അദ്ദേഹത്തിന് ജയിലിൽ അടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ജയിലിൽ അടക്കുന്ന അവസ്ഥയിൽ എല്ലാം തകർന്നിരിക്കുമ്പോൾ എത്രയോ $30,000 സെക്യൂരിറ്റി കെട്ടാൻ പറയും. ഇയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അമ്മ ആ ഒരു വീട് പണയം വെച്ചിട്ട് ആ വീട് ഈടാക്കി കൊടുത്തിട്ട് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട് പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസം റിച്ചാർഡ് ബ്രാൻസൺ എന്നൊരു വ്യക്തി ഉണ്ടാവാൻ കാരണം എന്റെ അമ്മ എനിക്ക് അന്ന് തന്ന സപ്പോർട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത് എപ്പോഴും കൂടും. ഓക്കെ, അങ്ങനെ ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചു. ഈ കൗൺസിലിംഗ് ഒക്കെ പഠിച്ച് കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഷാഫീൻ സ്പേസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് പോകുന്നത്. അവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ ബുധനാഴ്ചയും ഞാൻ 5 മണിയായി കഴിയുമ്പോൾ 5 മണിക്കാണ് ചാർജ് തുടങ്ങുക. എല്ലാ ബുധനാഴ്ച ഞാൻ സെറ്റ് ചെയ്യും. എത്ര ബിസിനസ്സിൽ തിരക്കുകളുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഈ ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പുസ്തകമൊക്കെ അന്ന് 5 മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിൽ നല്ല തിരക്കായിരിക്കും. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഈ പഠനം, ഈ കാര്യങ്ങളുടെ സെൽഫ് ലേണിങ്ങിനെ കുറിച്ചും പുസ്തകം വായിക്കാനൊക്കെ തീരുമാനിച്ചു. അതിലുള്ള അടുത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു കാര്യം, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് അക്വയർ സ്കിൽ. ഓൾവേസ് നമ്മുടെ ലൈഫിൽ സെൽഫ് ബിലീഫ് സ്കൂളാണെങ്കിൽ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് അക്വയർ സ്കിൽ. നിങ്ങൾ കൂടുതൽ പഠിക്കാനോ സ്കില്ലുകൾ ചെയ്യാൻ തയ്യാറാവാം. ഷാഫീൻ സ്പേസിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ഇങ്ങനെ പല ആളുകൾ വിളിച്ചു, നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആളുകൾ ഗ്രൂപ്പുകളാക്കണം. ഇന്ന് നിങ്ങൾ ബി മാജിക്കിൽ ഗ്രൂപ്പുകളാക്കുന്ന പോലെ അതിന് കുറച്ച് ലീഡേഴ്സ് വേണം. ആരൊക്കെ ലീഡറായിട്ട് വരാൻ തയ്യാറുള്ളത്? അപ്പൊ ഞാൻ ആലോചിച്ചു, എനിക്ക് അത്ര ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നുമില്ല, ലീഡർ ആവാണ്ട എന്ന് തീരുമാനിച്ചു. ഒരിക്കൽ ഞാനൊരു ഗ്രൂപ്പിൽ പങ്കായി. ലീഡർ ആവുന്നവർക്ക് ഷാഫി സാറുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഷാഫി സാറുമായിട്ട് ഒന്നും കൂടെ അടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ലീഡർ ആവുന്നവർക്ക് ബി മാജിക്കിൽ ക്ലാസ് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പോ എനിക്ക് ഷാഫി സാറായിട്ട് അടുക്കണം എന്ന് ആഗ്രഹമാണ്. പക്ഷെ എനിക്ക് ലീഡർ ആവാൻ ധൈര്യം ഇല്ലായിരുന്നു, എനിക്ക് ആ ബിലീഫ്സ് ഇല്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങളൊരു ലീഡർ പെട്ടെന്ന് പോയി, അദ്ദേഹം അവിടുന്ന് കിറ്റ് ചെയ്ത് പോയി. അപ്പൊ ചോദിച്ചു, അക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു ഗ്രൂപ്പിൽ, ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലീഡർ ആവാൻ താല്പര്യമുണ്ട്? ഞാൻ എൻ്റെ ഹാൻഡ് റൈസ് ചെയ്തു. യെസ്, ഐ ആം റെഡി. ഞാൻ എന്നിൽ വിശ്വസിച്ചു. അതായിരുന്നു എൻ്റെ ലൈഫിലെ മറ്റൊരു ചേഞ്ചിങ് എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് അവിടെ ലീഡർ ആയതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനും ഈ ബിമാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ടാവാനും കാരണം. അവിടുന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ വിഷ്വലൈസേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നി, ഇതല്ല, ഇതിലേറെ ബെറ്റർ ലൈഫ് ഇനിയും എന്നിൽ കിടക്കുന്നുണ്ട്. ഒരു ദിവസം ഷാഫി സാർ പറഞ്ഞു, ഇപ്പോ ഈ നിമിഷം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അടുത്തൊരു കരിയർ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കിയോളോ എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ടാവുന്നതും സ്കിയോളോയിലേക്ക് ഞാൻ വരുന്നതും. അവിടുന്ന് ഒരുപാട് കഥകളും ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റോറികളൊക്കെ പറയാനുണ്ട്. നമുക്ക് സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, മറ്റൊരിക്കലാക്കാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പോയിന്റുകൾ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ. ലൈഫിൽ നിങ്ങൾക്ക് സെൽഫ് ബിലീഫ്സ് ഉണ്ടാണെങ്കിൽ സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾ. 2 പ്രാക്ടീസ് പോസിറ്റീവ് ടോക്ക്. 3 ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. 4 സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് സപ്പോർട്ട്. 5 വിഷ്വലൈസ് യുവർ സക്സസ്. 6 എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് അക്വയർ സ്കിൽ. വിഷ്വലൈസ് യുവർ സക്സസ് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ വിഷ്വലൈസ് യുവർ സക്സസ് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് വെക്കാം. ഓക്കെ, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ആൻഡ് അക്വയർ സ്കിൽസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് ബിലീഫ്സ് എന്ന് പറയുന്നത് കൂടും. എന്ന് ബിമാജിക്കിന്റെ പ്രോഗ്രാമിലേക്ക് എല്ലാവരും മാക്സിമം എത്താൻ ശ്രമിക്കുക. പല ആളുകളും പുറപ്പെട്ടിട്ടുണ്ടാവും. താങ്ക് യു ഓൾ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ചോദിക്കാവുന്നു, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാവുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ബിലീവിങ് യുവർ സെൽഫ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സാർ പറഞ്ഞ പോയിന്റ്സ് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സാർ, പകുതിയായി കയറുമ്പോഴത്തേക്ക് ട്രെയിനിലായിരുന്നു. അപ്പോ തുടക്കമൊന്നും ക്ലിയർ ആയില്ല. പക്ഷെ സാറാ പറഞ്ഞ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും കോൺഫിഡൻസോടെ, അത് ശരിക്കും സാർ ഇപ്പൊ പറഞ്ഞ ലീഡേഴ്സ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അന്ന് വന്നപ്പോ എണീക്കാൻ പോലും പറ്റുമെന്ന് അറിയില്ലാത്ത ഒരു ഇതിലേക്ക് കയറിയത്. പക്ഷെ അതേസമയം ആ ലീഡർ ആവുന്നതെന്ന് അതിലും ഒരു
ഇത് വന്നിരുന്നു, താല്പര്യമുള്ളവർ വേറൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനാ പറഞ്ഞു ഞാൻ വന്ന ടൈമിൽ. അപ്പൊ അത് ഞാൻ എന്നിൽ തന്നെ എന്നാ മാറ്റാലോ, കാരണം ലീഡർ ആകുമ്പോൾ വേറെ കുറെ പേര് നോക്കണ്ടേ, അപ്പൊ ഞാനും റെഡിയാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് മാറി. ശരിക്കും അതാണ് എനിക്ക് തോന്നുന്നത്, എന്നെ കൂടുതൽ ഈ ഇത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ, ഇനിയും മാറ്റാനുണ്ട് കുറെ കാര്യങ്ങൾ, എന്നാലും എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് എന്നെ സഹായിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൺഗ്രാജുലേഷൻ, താങ്ക് യു സുലൈഹാബി. അല്ലെ, വൺസ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു ലൈഫിലെ ബിലീഫ് സിസ്റ്റം മാറ്റി. താങ്ക് യു. താങ്ക് യു സുലൈഹ മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നോ? ഒന്ന് പെട്ടെന്ന് പറയാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ മാറ്റി. സോറി, പറഞ്ഞോളൂ ബാബു സർ. യെസ്, വളരെ വണ്ടർഫുൾ സെക്ഷൻ ആണ്. സെൽഫ് ബിലീഫ് ഉണ്ടാക്കുക, അതിന് സിസ്റ്റം ഉണ്ടാക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. അതാണ് സാറിന്റെ പഞ്ചായത്തിലാണെങ്കിലും മദ്രാസിലാണെങ്കിലും അതൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിലീഫ് ഉണ്ടാക്കുക, പെർഫെക്ഷൻ നോക്കാതെ കിട്ടിയത് വെച്ച് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അതില് കോൺഫിഡൻസ്, സ്വന്തമായിട്ട് സെൽഫ് ബിലീഫ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾക്ക് അതിനുള്ള ഒരു അഫർമേഷൻ കൊടുത്തുകൊണ്ട് അതിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക, ധൈര്യം ഉണ്ടാക്കുക. അപ്പൊ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് തന്നെ വരും. എന്താണ്, മുക്കില്ലാത്ത രാജ്യത്ത് മുർമക്കൻ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തമ്മിൽ വേദൻ തൊമ്മൻ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ, അതുപോലെ സാറിന് ആ പഞ്ചായത്തിൽ ഇതുപോലെ ശോഭിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒട്ടും ഒരു പരാജയ ഭീതിയോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കാതെ ഉള്ളത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആവും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നത്, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താങ്ക് യു മാം, താങ്ക് യു സർ, താങ്ക് യു, താങ്ക്സ് ടു ഓൾ. താങ്ക് യു ആൻഡ് വെൽക്കം ബാബു സർ. ബാബു സർ, താങ്ക് യു സോ മച്ച്. പാസ്സായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പം ഇങ്ങനെ ആലോചിച്ച് അതേമാതിരി ഞാൻ 0 എന്നാ വന്നത്. അപ്പൊ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സാറ് പോകുന്ന ഏകദേശം അതേ വഴി കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളിൽ നൽകുന്ന കോൺഫിഡൻസ്, അന്നൊന്നും ഇങ്ങനത്തെ സൗകര്യങ്ങളില്ലായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷന് നല്ല സൗകര്യമാണ്. കമ്മ്യൂണിക്കേഷനും മറ്റുള്ള ഇൻഫർമേഷനും ഒക്കെ അവരെ വിരൽത്തുമ്പിലാണുള്ളത്. നമുക്കൊന്നും അതില്ലായിരുന്നു. എന്നിട്ടും അന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് 0 എന്നാണ് ഞാൻ ഈ പൊസിഷനിലെത്തിയത്. അപ്പോൾ നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തും തരണം ചെയ്യാം. ഞാൻ എപ്പോഴും എഫർമേഷൻ ചെയ്യല് എനിക്ക് പ്രശ്നം വരരുതെന്നല്ല, എനിക്ക് വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയും മനക്കരുത്തും എനിക്ക് കിട്ടണേന്നാണ്. ഒരിക്കലും ഞാൻ പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പ്രശ്നം വരണം. ഓരോ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പല ലേണിംഗ് കിട്ടും. നമ്മളൊന്നും കൂടി സ്ട്രെങ്തൻ ആവുകയുള്ളൂ. ഒരു പ്രശ്നം വന്നാലേ നമ്മൾ, അല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സാർ. ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് പോയിന്റ് ബഷീർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് പ്രശ്നം വരരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഭീരുവാണ്. നിങ്ങൾക്ക് സ്ട്രെങ്തൻ ആവണമെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം എന്നെ കൂടുതൽ ഉഷാറാക്കണം. ഉഷാറാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുകയാണ് വരിക. അപ്പൊ നിങ്ങൾ അതെന്ത് ചെയ്യുക? ഒരു ഗോൾഡൻ പോയിന്റ് ആണ് എന്ത്? പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കഴിവ് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ്, അത് വിശ്വസിക്കുന്നിടത്താണ് നമ്മൾ ലൈഫ് എന്ത് ചെയ്യുക? ബ്യൂട്ടിഫുൾ ആവും. ഓരോ പ്രശ്നങ്ങളും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം? ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റണം. ഈ പാടാ ഞാൻ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ലൈഫ് കൂടുതൽ എന്ത് ചെയ്യാം? ബ്യൂട്ടിഫുൾ ആവും. താങ്ക് യു ബഷീർ സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ഹക്കീം സർ. ഹലോ, മാജിക് മോർണിംഗ് ടു ഓൾ. ശരിക്കും ഷെയ്ഖ് സാറ് ഒരു സ്റ്റോറി എല്ലാവരും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ്. തീർച്ചയായും നമുക്കൊക്കെ ഒരു റോൾ മോഡലാണ് സാറെന്ന് പറയാം. പക്ഷെ ഇതേപോലത്തെ ഒരു ലൈഫ് സ്റ്റോറി ജീവിതത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ ഈ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് അത് പറയാൻ കഴിയില്ല, കാരണം ഒരുപാട് സെറ്റ് ബാക്സുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പ്രതിസന്ധികൾ, ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ. പക്ഷെ അപ്പോഴൊക്കെ എന്നെ മുന്നോട്ടേക്ക് നയിച്ചത് ഇത് സെൽഫ് ബിലീഫാണ്. എനിക്ക് കഴിയും, എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം ഇപ്പോഴും പിന്നെ ആ ഒരു സെറ്റ് ബാക്കിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ തീർച്ചയായും എനിക്കറിയാം ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് എത്ര
കഷ്ടപ്പെട്ടാലും ഇത്ര ബുദ്ധിമുട്ടിയാലും ഇത്ര പ്രതിസന്ധികളോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഞാൻ അവിടെ എത്തും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അത് എന്നിൽ ഉണ്ടാകുന്നത് ഈ സെൽഫ് ബിലീഫിൽ നിന്നാണ്. അപ്പം തീർച്ചയായും ഇതൊരു നല്ലൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രാവിലെ തന്നെ നല്ലൊരു പവർഫുൾ എനർജി തരുന്ന ഒരു ക്ലാസ് ആണ്. താങ്ക് യു സൈഫ് സാർ. താങ്ക് യു മച്ച്. താങ്ക് യു അക്കിം ഭായി. നമുക്കൊരു കാര്യം ചെയ്യാം മുഫീദ, ഒരാഴ്ചയിൽ ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാം. മൈ സ്റ്റോറി. ഓക്കെ, മൈ സ്റ്റോറി എന്നാൽ പ്രോഗ്രാം സംഘടിപ്പിക്കുക. എല്ലാവരിലും ഒരു ഹീറോ ഉണ്ട്. എവരി വൺ ഹാവ് എ ഹീറോ. നിങ്ങൾ എല്ലാവരിലും എന്തുണ്ട്? ഒരു ഹീറോ ഉണ്ട്. എല്ലാവരുടെ ലൈഫ് സ്റ്റോറിയിലും ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു പഠിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി പറയുകയും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച കുറച്ച് പോയിന്റിലേക്ക് അത് കണക്ട് ചെയ്യുകയും ചെയ്യും. ഞാനിന്ന് ചെയ്തതുപോലെ. ഓക്കെ, സെൽഫ് ബിലീഫ്സ് ആവാം, സെൽഫ് എസ്റ്റീം ആവാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആവാം, നിങ്ങളുടെ ലൈഫിലേക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബഷീർക്കാരെ പോലെ, മണിസാറൊക്കെ പോലെയുള്ള ആളുകളും, എല്ലാ ആളുകളും, ഇപ്പൊ ഷൈനി മാം ആയിക്കോട്ടെ, ശ്രീഷ്ണ ആയിക്കോട്ടെ, സുനിൽ സാർ ആയിക്കോട്ടെ, എല്ലാ ആളുകൾക്കും ഇതേപോലെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവുന്ന, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഒരു ദിവസം നമുക്ക് മൈ സ്റ്റോറി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്ക് ബി മാജിക്കിൽ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ ഓഡിയൻസിന്റെ എല്ലാവരുടെയും ഒപ്പീനിയൻ? സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് എസ് സപ്പോർട്ട് ചെയ്യാം, യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു പ്രോഗ്രാം. ഒരുപാട് ആളുകൾ നമുക്ക് അറിയാൻ സാധിക്കും. എവരി വൺ ഹാവ് ആൻ ഹീറോ. എല്ലാവരും ഒരു ഹീറോ ഉണ്ട്. മണിസാറിൽ ഒരു ഹീറോ. ഹലോ ഹലോ പറഞ്ഞോളൂ. തീർച്ചയായും സാറേ, എനിക്കും അങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു അക്കിം ഭായി. അപ്പൊ ഫസ്റ്റ് പ്രസന്റേഷൻ ആയിക്കോട്ടെ മുഫീദ. ഓക്കെ, ഫസ്റ്റ് പ്രസന്റേഷൻ ആക്കാം. ഒരു മാസത്തേക്ക് നമുക്ക് 4 പേർക്ക് പ്രസന്റ് ചെയ്യാം. പിന്നെ ഓരോ ആളുകളായിട്ട് മുന്നോട്ട് വരാം. മൈ സ്റ്റോറി എന്നായിരിക്കും നമ്മൾ ആ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഹക്കീം സർ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ മീറ്റപ്പിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സിലായിരിക്കും അല്ലേ? അപ്പം മാക്സിമം പറ്റുന്നവരെല്ലാം എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ കോർഡിനേറ്റർമാരെ കണക്ട് ചെയ്യുക. സെമീറ മാം, റസാഖ് സർ, സുലേഹ മാം, ഷാമിനി മാം, ഷൈമിന മാം, ഇവരെയൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾ അവരെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് മീറ്റപ്പിൽ കാണാം, ലൈവ് ഓഫീസിൽ കാണാം അല്ലേ? ലൊക്കേഷൻ റസാഖ് സർ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവാൻ ഞാനൊന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. എസ് കെ എന്ന് പറയുന്ന ആൾ എന്താണത് മീറ്റപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ബി മാജിക് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കൊണ്ടോട്ടി വെച്ചിട്ട് ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള രീതിയിൽ ചെയ്യുന്നതിനാണ് മീറ്റപ്പ് എന്ന് പറഞ്ഞത്. എനിക്ക് അറിയില്ല എസ് കെ ആരാണെന്ന്. ഡീറ്റെയിൽസ് അവരൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. എസ് കെ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യും, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എസ് കെ അല്ലെങ്കിൽ നമ്മളെ ടീം ലീഡേഴ്സിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും ഒരാൾ നമ്പർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ തൽക്കാലം എൻ്റെ നമ്പർ കമന്റ് ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എന്ത് ചെയ്യാം, ഒന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ, 974544 അല്ലെങ്കിൽ അവിടെ നമ്പർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മുഫീദ നമ്പർ നോട്ട്, ഐഷാർക്കെങ്കിലും ആ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, അവരൊന്ന് വിളിച്ചിട്ടൊന്ന് കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു.